നിയമസഭയിൽ ജനപ്രതിനിധികളോടും പൊതുജനങ്ങളോടും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാട്ടുന്ന കപടമായ മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീണത് കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ കണ്ടു. കുട്ടനാട് എം.എൽ.എയും യു.ഡി.എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ നേതാവുമായ റെജി ചെറിയാന്റെ സബ്മിഷന് സഭയിൽ ഒരു മറുപടിയും ക്യാമറയ്ക്ക് പിന്നിൽ മറ്റൊരു മനസ്സിലിരിപ്പും കാട്ടിയ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്തും പുറത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിട്ടുള്ളത്. കുട്ടനാട്ടുകാരുടെ വികാരമായ മൂലം വെള്ളംകളി പ്രമാണിച്ച് ജൂൺ 29-ന് താലൂക്കിന് പ്രാദേശിക അവധി വേണമെന്ന ആവശ്യത്തോടാണ് മുഖ്യമന്ത്രി തികഞ്ഞ ജനദ്രോഹപരമായ സമീപനം സ്വീകരിച്ചത്. സഭയിൽ ചോദ്യം ചോദിച്ച സ്വന്തം മുന്നണിയിലെ എം.എൽ.എയോട് അവധി നൽകുന്ന കാര്യം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് എഴുതി തയ്യാറാക്കിയ മാന്യമായ മറുപടി വായിച്ച സതീശൻ തൊട്ടടുത്ത നിമിഷം കാണിച്ചത് ശുദ്ധമായ വഞ്ചനയായിരുന്നു. മറുപടി നൽകി സീറ്റിലിരുന്ന ഉടൻ മൈക്ക് ഓഫായിട്ടില്ലെന്ന ബോധമില്ലാതെ അടുത്തിരുന്ന മന്ത്രിയോട് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി അഹങ്കാരത്തോടെ പറയുന്ന ദൃശ്യങ്ങളാണ് സഭാ ടിവിയിലൂടെ പുറത്തു വന്നത്. ഇത്രയുള്ളൂ വി.ഡി. സതീശന്റെ വിശ്വാസ്യത. പുറമേക്ക് ജനപ്രിയ മുഖവും ഉള്ളിൽ ജനവിരുദ്ധതയും കൊണ്ടു നടക്കുന്ന ഇരട്ടത്താപ്പാണ് സഭയിൽ വെളിച്ചത്തായത്. ഇത് പറഞ്ഞത് കെ.യു. ജനീഷ് കുമാറാണ്. എം.എൽ.എമാർ ഉൾപ്പെടെയുള്ളവർ വീഡിയോ തെളിവുകളോടെ രംഗത്തെത്തി കഴിഞ്ഞു. തന്റെ കരിയറിലെ ആദ്യ സബ്മിഷൻ തന്നെ മുഖ്യമന്ത്രി പരിഹാസ്യമാക്കി മാറ്റിയതിൽ കുട്ടനാട് എം.എൽ.എ റെജി ചെറിയാൻ കടുത്ത അതൃപ്തിയിലാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മൂലം വെള്ളംകളി കുട്ടനാട്ടുകാരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ പ്രാധാന്യം പോലും തിരിച്ചറിയാത്ത വിധം മുഖ്യമന്ത്രി അന്ധമായി പെരുമാറിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും റെജി ചെറിയാൻ തുറന്നടിച്ചു. തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇതിനു പിന്നിലെ വിവേചനം ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാനും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എ ആണെന്നും എല്ലാവർക്കും ഒരേ അവകാശമാണെന്നും ഓർമ്മിപ്പിച്ച റെജി ചെറിയാൻ സതീശന്റെ ഈ വാക്കിന് പിന്നിലെ വ്യക്തത തേടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദവിയിൽ എത്തിയത് മുതൽ സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികളെ പോലും വിലക്കെടുക്കാത്ത വി.ഡി. സതീശന്റെ ഏകാധിപത്യ ശൈലിക്കുള്ള ഒടുവിലത്തെ ഉദാഹരണമാണിത്. കുട്ടനാട്ടിലെ കാർഷിക പ്രതിസന്ധികൾക്കും പ്രളയ ദുരിതങ്ങളും പരിഹരിക്കാൻ പരാജയപ്പെട്ട സർക്കാർ അവരുടെ ഏക ആശ്വാസമായ ഉത്സവത്തോടും ഇതേ നിഷേധാത്മക നിലപാട് തുടരുന്നത് ജനങ്ങളോടുള്ള ശുദ്ധ ക്രൂരതയാണ്. എഴുതി നൽകിയ ഉറപ്പിന് ഒരു വിലയുമില്ലെന്ന് തെളിയിച്ച വി.ഡി. സതീശൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയാണ് സഭയ്ക്കുള്ളിൽ തകർത്തു തരിപ്പണമാക്കിയത്. വരും ദിവസങ്ങളിൽ ഈ അവധി വിവാദം ഭരണപക്ഷവും ഘടകകക്ഷികളും തമ്മിലുള്ള വലിയ രാഷ്ട്രീയ പോരിലേക്ക് വഴിമാറുമെന്നുറപ്പാണ്.